ഞാൻ ജഡ്ജ്മെൻറ്റ് വായിച്ചപ്പോൾ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഗുരുതരമായ തെറ്റുപറ്റി എന്നുള്ളതാണ്. കാരണം ഇത് ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. ദൃക്സാക്ഷികളില്ലാത്ത കേസുകളിൽ സാധാരണ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളുമാണ് ശേഖരിക്കേണ്ടത്. ഇപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ പരാജയപ്പെട്ടു. അതായത് സാധാരണ തൂങ്ങി മരിച്ചാൽ പോലും കിട്ടുന്ന തെളിവുകൾ പോലും ഇത് പീഡിപ്പിച്ച് തൂക്കിക്കൊന്നതായിട്ട് പോലും ആവശ്യമായിട്ടുള്ള ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. അവിടെ നിന്ന് കളക്ട് ചെയ്ത ബെഡ്ഷീറ്റ് പോലും ഈ തെളിവ് നിയമപ്രകാരമുള്ള പ്രൊസീജിയർ അനുസരിച്ച് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല അത് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ കുട്ടിയെ തൂക്കാൻ ഉപയോഗിച്ച ഒരു തുണി അത് അലമാരയിൽ നിന്ന് എടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അലമാര കൃത്യമായി ഫിംഗർ പ്രിൻ്റ് വിദഗ്ധരെ കൊണ്ട് വിരലടയാള വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് ഇത് വരുത്തിയിട്ടില്ല. പിന്നെ അന്ന് എത്തേണ്ടതിന് പകരം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പിറ്റേ ദിവസമാണ് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് സംഭവ സ്ഥലം സന്ദർശിക്കുന്നത്. അങ്ങനെ തുടങ്ങി യാതൊരു വിധത്തിലുള്ള തെളിവുകളും ശേഖരിക്കാമായിരുന്നു എന്നാണ്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസ്യതയെ വരെ ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് രണ്ട് വഴിയാണുള്ളത്. അപ്പോൾ കുടുംബമായിട്ട് ആലോചിച്ചിട്ട് മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുക. രണ്ട് വഴിയാണുള്ളത്. ഒന്ന് നേരെ അപ്പീൽ പോവുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ തെളിവുകളുമായി അപ്പീൽ പോയാൽ ഇപ്പോഴുള്ള വിധി റിവേഴ്സ് ചെയ്യാൻ മാറ്റാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ, ഇപ്പോഴുള്ള തെളിവുകളും മതിയോ, ജഡ്ജ്മെൻറ്റിലെ കുഴപ്പമാണോ നോക്കണം, പരിശോധിക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ ലീഗയുടെ കേസിലൊക്കെ വിദേശ വനിതയായ ലീഗ കൊല്ലപ്പെട്ട കേസിലൊക്കെ ഉണ്ടായതുപോലെ പുനരന്വേഷണം നടത്തി ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച് പോകാൻ കഴിയുമോ? ഈ രണ്ട് സാധ്യതകളാണ് മുന്നിലുള്ളത്. അപ്പോൾ കുടുംബമാണത് തീരുമാനിക്കേണ്ടത്. അത് മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ച് ഏറ്റവും നല്ല അഭിപ്രായം ഏതാണെന്ന് സ്വീകരിച്ച് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിയമസഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഈ കേസ് ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ വിധിക്ക് പിന്നാലെ അതിനൊന്നുകൂടി മൂർച്ച കൂടുകയാണോ? അല്ല, തീർച്ചയായിട്ടും അതിലൊരു അടിസ്ഥാനമുണ്ട്. കാരണം ഈ വാളയാർ കേസിൽ ഇപ്പം ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് അന്ന് ഇവിടെ വന്നതിന് ശേഷം കൊടുത്ത കത്തിൽ വാളയാർ കേസിനെ സംഭവിച്ചത് ഇതിൽ സംഭവിക്കരുത് എന്ന് അതിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ അവരെ കാണിച്ചതാണ്. ആ കത്താണ് അവരുടെ കയ്യിലുണ്ട്. ഞാൻ അവർക്കും കോപ്പി അയച്ചു കൊടുത്തിരുന്നത്. കാരണം വാളയാർ കേസിൽ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തി. അന്ന് തന്നെ ഈ പല സമ്മർദ്ദവും പല രീതിയിൽ ഉണ്ടായി എന്നുള്ള ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അട്ടപ്പാടിയിലെ മധുവിൻ്റെ കേസിലും ഈ മൂന്ന് കൊലപാതകങ്ങളും ക്രൂരമായ കൊലപാതകങ്ങളാണ്. ഈ മൂന്ന് കൊലപാതകങ്ങളിലെയും പ്രതികളായിട്ടുള്ള ആളുകൾ CPM-മായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും എല്ലാവരും ചേർന്ന് നാടകം കളിച്ചതെന്ന് മറ്റ് രണ്ട് കേസുകളിൽ വളരെ വ്യക്തമാണ്. അത് തന്നെയാണ് ഇതിനകത്ത് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഒരു പെൺകുട്ടി, ഇവരെല്ലാം പാവപ്പെട്ട ആളുകളാണ്. അട്ടപ്പാടിയിലെ മധുവാണെങ്കിലും വാളയാറിലെ സഹോദരങ്ങളാണെങ്കിലും 9 വയസ്സും 13 വയസ്സുള്ള പെൺകുട്ടികളാണ്. ഏറ്റവും വളരെ പാവപ്പെട്ട പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ കേസ് വരുമ്പോൾ ഇത്ര ഗൗരവത്തോടു കൂടിയാണോ, ഇത്ര ലാഘവത്തോടു കൂടിയാണോ, ഒരു ഗൗരവമില്ലാതെയാണോ പ്രോസിക്യൂഷൻ കേസ് കൈകാര്യം ചെയ്തതെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഈ കേസിൽ ഗൗരവതരമായ ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു. SC/ST ആക്ടിൻ്റെ പ്രൊവിഷൻ വെച്ചുകൊണ്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞത്. അത് ചെയ്തിരുന്നെങ്കിൽ കുടുംബത്തിന് ഒരു ധനസഹായമെങ്കിലും കിട്ടുമായിരുന്നു. ഞാനും മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയാണ് അതൊന്ന് പെടുത്തണം. ഇപ്പോൾ കൊലക്കേസിൽ പെടുത്തിയിരിക്കുന്ന കേസിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് പെടുത്തിയാൽ എന്താ സംഭവിക്കാൻ പോണേ? 302 ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ടല്ലോ. IPCയുടെ 302 വകുപ്പ് ഉള്ള സ്ഥലത്ത് SC/STയുടെ ആ വകുപ്പ് കൂടി, അട്രോസിറ്റീസ് ആക്ടിൻ്റെ ഒരു വകുപ്പ് കൂടി ചേർത്തിരുന്നുവെങ്കിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായമെങ്കിലും ആ കുടുംബത്തിന് കിട്ടുമായിരുന്നു. അത് കിട്ടാൻ പോലുള്ള സാധ്യത പോലും ഇല്ലാതാക്കി. അപ്പോൾ ഇവിടെ കുറേ പേര് സമ്മർദ്ദം ചെലുത്തി അന്ന് അത് പാടില്ല എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കൃത്യമായൊരു അന്വേഷണം കൂടി നടക്കണം. എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം പരാജയപ്പെട്ടത്? അതിൽ ബാഹ്യമായ ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ ആരുടെയെല്ലാം ഭാഗത്തു നിന്ന് ആണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് വിശദമായൊരു അന്വേഷണം കൂടി ഈ കാര്യത്തിൽ വേണം. ഇതിൽ ഏറ്റവും നല്ല നിയമസഹായം, നമ്മുടെ നാട്ടിൽ ലഭ്യമായ ഏറ്റവും നല്ല നിയമസഹായം ഞങ്ങൾ തന്നെ അവർക്ക് കൊടുക്കും. അവരുടെ അനുവാദത്തോടുകൂടി, കുടുംബത്തിൻ്റെ അനുവാദത്തോടുകൂടി ഈ കേസിലെ പ്രതിയെ ശിക്ഷിക്കാൻ പറ്റാവുന്ന തരത്തിലേക്കുള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ ഞങ്ങളുടെ പരമാവധി പിന്തുണ ഉണ്ടാവും. ഈ കാര്യം 2021 ജൂലൈ 10-ാം തീയതിയാണ് താങ്കൾ ഇവിടെ എത്തുന്നത്.
അന്ന് സമാനമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. പക്ഷെ അതിനുശേഷം ഈ കുടുംബത്തിന് പല ഘട്ടത്തിലും നിയമസഹായം ആവശ്യമുണ്ടായിരുന്നു. താങ്കളുടെ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകിയിട്ടുണ്ട്. SC/ST അട്രോസിറ്റി ആക്ടും മറ്റ് സാമ്പത്തിക സഹായം സർക്കാരിന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ. ഒടുവിൽ ജോബ് മൈക്കിൾ MLA-യുടെ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പം ഇതൊരു പ്രഖ്യാപനം എന്നതിൽ അപ്പുറം എത്രത്തോളം അല്ല, അത് നിങ്ങൾക്ക് തോന്നിയതാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കുകയും മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുകയും ചെയ്യുന്നത്. ആ കത്തിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തോന്നിയതാണ്. ഞാൻ അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ കോപ്പി ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്ത കത്ത്. ഇപ്പോൾ ജോബ് മൈക്കിളിൻ്റെ കത്തല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ കത്തുണ്ട്. പ്രതിപക്ഷ നേതാവ് നേരിട്ട് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചാണ്. അവർ ചെയ്തില്ല. നമുക്ക് സമ്മർദ്ദം ചെലുത്താനല്ലേ പറ്റുള്ളൂ. പിന്നെ ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി അതിൻ്റെ വിചാരണ നടക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനോ പ്രതിപക്ഷ നേതാവിനോ അതിൻ്റെ അകത്ത് ഏത് തരത്തിൽ ഇടപെടാൻ പറ്റും? ആ സമയത്ത് ഏത് തരത്തിലുള്ള നിയമസഹായമാണ് ഈ കുടുംബത്തിൽ? പബ്ലിക് പ്രോസിക്യൂട്ടർ വെക്കണം എന്ന് എൻ്റെ കത്തിലാണ് ആവശ്യപ്പെട്ടത്. പബ്ലിക് പ്രോസിക്യൂട്ടർ വെക്കണം, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വെക്കണം. സാധാരണ പ്രോസിക്യൂട്ടർ ഉണ്ടാവും. അങ്ങനെയാണ് സുനിൽ മഹേശ്വരൻ പിള്ളയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കിയത്. അതും എൻ്റെ കത്താണ്, മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്താണ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കണമെന്ന് അന്നത്തെ ഏറ്റവും വലിയ ഡിമാൻഡായിരുന്നു. അത് രണ്ടും വെച്ചു. പിന്നെ വിചാരണ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇതിനകത്ത് ഇടപെടാൻ പറ്റുമോ? വിചാരണ കഴിഞ്ഞ് ജഡ്ജ്മെൻറ്റ് വരുമ്പോഴല്ലേ ഇടപെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു നിയമസഹായം ആ സമയത്ത് ആവശ്യമില്ലല്ലോ. അവർക്ക് വേണ്ടിയിട്ടല്ലേ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ചേക്കണം. അത് താങ്കൾക്ക് ക്രിമിനൽ കേസുകളെ കുറിച്ചും 302 ട്രയലിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് താങ്കൾ ആ ചോദ്യം ചോദിച്ചത്. അല്ല, അതാണ് താങ്കൾ അതാ എൻ്റെ അറിവില്ലായ്മ കൊണ്ട്. അല്ലല്ല, അത് അവിടുത്തെ ലോക്കൽ MLA കൊടുത്തിട്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായം കൊടുക്കേണ്ടത്. എല്ലാവർക്കും അറിയാമല്ലോ. അവർക്ക് ധനസഹായം കൊടുക്കണമെന്ന് എൻ്റെ റിക്വസ്റ്റിലുണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് കൊടുത്തേക്കിടയിലുണ്ടല്ലോ. ഒരു ഘട്ടത്തിൽ അത് നോർമൽ ഇവിടുത്തെ വികാരം പരിഗണിച്ചാണ് പറയുന്നു. പോസ്റ്റ്മോർട്ടം പോലും ആവശ്യമില്ല എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചിരുന്നു. അത് പ്രാദേശികമായ വികാരമാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബം ആവശ്യം ഏത് വില പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലല്ലേ വരുന്നത്. ദുരൂഹമായ സാഹചര്യത്തിൽ മരണമടഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സുള്ള കുട്ടി തന്നെത്താൻ ഇത് കെട്ടി തൂങ്ങി മരിക്കുമെന്ന് സ്വാഭാവികമായിട്ട് ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത് ഈ കേസിലെ പ്രതിയായിരുന്ന ആളാണ്. ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ എന്താണ് പറഞ്ഞത്? അവിടെ ആശുപത്രിയിൽ വലിയ സീനുണ്ടാക്കി, ഈ കുഞ്ഞിനെ കീറിമുറിക്കരുത്, അവളെ കീറിമുറിക്കാൻ സമ്മതിക്കരുത് അപ്പ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം ഈ കേസിലെ പ്രതി തന്നെ ആശുപത്രിയിൽ നടത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാര് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിലും ഞാനെന്താ പറയുക അതിനെക്കുറിച്ച്? അവർ കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അത് ഏറ്റവും വലിയ തെറ്റല്ലേ അത് ചെയ്തിട്ടുള്ളത്? ഉറപ്പായിട്ട് ഞാനത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു രാവിലെ. അത് അന്വേഷണം വേണം, അന്വേഷിച്ച് വേണ്ട നടപടി അന്വേഷിക്കണം. ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷിച്ചിട്ട് വേണം അതിനകത്ത് നടപടികൾ സ്വീകരിക്കാൻ.